ഹലോ നമസ്കാരം. കലാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊന്നുണ്ടാവും, ഞാനൊരു യാത്ര പോവുകയാണ്. എറണാകുളത്തേക്കാണ് എൻ്റെ യാത്ര. മെമുവിലാണ് കയറി നിൽക്കുന്നത് കേട്ടോ, പാസഞ്ചറ്. ഇത് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരായിരിക്കണം, ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം അവരെന്നും തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ അങ്ങനെ ട്രെയിനിലിങ്ങനെ നിൽക്കുക. അപ്പോൾ വിശന്നിങ്ങനെ വയറ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. നിന്ന് നിന്ന് കാലും കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറേ സമയമൊക്കെ കുത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി, അവിടെ ഇറങ്ങി. അപ്പം ആദ്യമായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ട്രെയിനിൽ അത്രയും സമയം നിന്നും ഒക്കെ അങ്ങ് ചെന്നപ്പോഴത്തേക്കിന് നന്നായിട്ട് വിശന്നു. അങ്ങനെ നെയ് റോസ്റ്റും കോഫിയാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രോഡ്വേ കൂടാണ് ഈ നടക്കുന്നത് കേട്ടോ. നമുക്കിങ്ങനെ കണ്ടാലും മതിയാവാത്ത പോലെ 2 സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. ഹോൾസെയിലാണ്, റീറ്റെയിലായിട്ടും ഒക്കെ. ഹോൾസെയിൽ മാത്രമായിട്ടും ഹോൾസെയിലും റീറ്റെയിലുമായിട്ടും ഒക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ബാഗിൻ്റെ, ഷൂസിൻ്റെ, എന്താ പറയേണ്ട, വാച്ചിൻ്റെ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടുന്ന ആ തെരുവിലൂടെ ഇങ്ങനെ അതെല്ലാം കണ്ട് നടന്നപ്പോൾ മനസ്സിലുണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, ഒന്നും പറയാൻ വയ്യ. ബാഗ് കണ്ടിരിക്കുന്നത് എനിക്കൊന്നൊരു 1,00,000 ബാഗുകൾ കാണും അവിടെ കച്ചവടത്തിന്. അതൊക്കെ ഞാനിങ്ങനെ നോക്കി. ബാഗ് ആവശ്യമില്ലാത്തതുകൊണ്ട് കയറിയില്ല. പക്ഷേ ഇങ്ങനെ കണ്ട് നടക്കാൻ പ്രത്യേകിച്ചൊരു രസമല്ലേ. അതിലേ പോകുമ്പോൾ ഇങ്ങനെ കണ്ട് സ്പൈസസിൻ്റെ കടയാണ്, ഭയങ്കര സ്പൈസസിൻ്റെ മണമാണ് അതിലേ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ഹോൾസെയിൽ ഷോപ്പിൽ കയറിയിട്ടാണ് ഒരു കട സെലക്ട് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തത് അവിടുത്തെ കുട്ടികളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് ഐറ്റംസ് ഉള്ള ഷോപ്പാണ് അത് കേട്ടോ. അങ്ങനെ അത് അവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എറണാകുളം വരെ വന്നാൽ മറൈൻ ഡ്രൈവിൽ എന്തായാലും നമ്മൾ പോകണമല്ലോ. അങ്ങനെ മറൈൻ ഡ്രൈവിലേക്ക് ഞങ്ങൾ നടക്കുവാണ്. ആ വെയിലും കൊണ്ട് വഴിയോരത്തൂടെ നടന്ന് മറൈൻ ഡ്രൈവിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ എറണാകുളം ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. മറൈൻ ഡ്രൈവിലൊക്കെ പോകാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് എറണാകുളം വരെ പോയപ്പോൾ പിന്നെ അത് നമ്മൾ പോകാതിരിക്കരുതല്ലോ എന്ന് കരുതി പോയതാണ്. അങ്ങനെ ആ സ്റ്റെയർ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ CID മൂസയിൽ ആ പാട്ടിനിടയ്ക്കുള്ള സ്ഥലമല്ലേ അത്. അത് കണ്ടപ്പോൾ പക്ഷേ നല്ല ഭംഗിയാട്ടോ അവിടെയൊക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ കായലിലേക്കൊക്കെ നോക്കി നിൽക്കാൻ. ബോട്ട് സർവീസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകും വഴിക്ക് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കും, ബോട്ടിൽ കയറുന്നു. ഞാൻ ബോട്ടിലൊന്നും കയറാൻ നിന്നില്ല, കാരണം 1 മണിക്കൂർ പോവുകയും ചെയ്യും, പിന്നെ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഈ ഉപ്പിലിട്ടത് കണ്ടത്. ഉപ്പിലിട്ടത് എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ് കേട്ടോ. അങ്ങനെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങി കഴിച്ചു. അത് വാങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ പോയി കുറച്ച് സമയമൊക്കെ ഇരുന്നു. ഇങ്ങനെ ഈ കാഴ്ച കണ്ട് ഇങ്ങനെ പോകാൻ നല്ല സുഖമാണ്. നല്ല വെയിലാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല തണലാണ് കേട്ടോ. അങ്ങനെ പോയി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സൈഡ് വഴി ഇങ്ങനെ പോവുകയാണ്. എൻ്റെ നാട് പത്തനംതിട്ടയല്ലേ. അപ്പോൾ പത്തനംതിട്ടയൊക്കെ ഇതാ ഇങ്ങനെ ഈ കായലോ ബോട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, എനിക്ക് ആദ്യമേ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ കാണാനും ഇങ്ങനെ യാത്ര പോകാനും എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കൊരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറൊരു സുഖമാണ്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയൊക്കെ കണ്ടു പോകാൻ നല്ല ഇതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഐസ്ക്രീമിൻ്റെ കട കാണുന്നത്. അങ്ങനെ ആദ്യം കയറിയതാട്ടോ, അവിടെ ആളില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോയി. പിന്നെന്താ പറയുക, ബോട്ടിങ്ങിൽ വേണമെങ്കിൽ അന്നേരം കയറാമായിരുന്നു. 1 മണിക്കൂർ ടൈം വേണമെങ്കിൽ നമുക്ക് കളയാമായിരുന്നു. പക്ഷേ പിന്നെ അത് കയറി 1 മണിക്കൂർ താമസിച്ച് പോയാൽ പിന്നെ നമ്മൾ ഇറങ്ങാൻ താമസിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ബോട്ടിങ്ങിനൊന്നും നമ്മൾ നിൽക്കാഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ തോന്നും ഈ എറണാകുളം പോകാമെന്ന് പറയുന്നത് വലിയ സംഭവമാണോ എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കോഴിക്കോട് ഫുള്ളും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറണാകുളം ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഈ എറണാകുളം പോകാനുള്ള യാത്രയ്ക്ക് എനിക്ക് കാരണമാക്കി തന്നത് എൻ്റെ ശ്രീവസ്ത്ര എന്ന് പറഞ്ഞ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിനൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ എറണാകുളം പോകുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ശ്രീവസ്ത്രയുടെ പർച്ചേസിങ് തുടങ്ങിയത് പിന്നെയാണ്, കച്ചവടം തുടങ്ങിയത് പിന്നെയാണ് ഞാനിങ്ങനെ ഐറ്റംസ് കിട്ടുന്നത് എവിടെയാണെന്നും എന്താണെന്നും ഒക്കെ ഇങ്ങനെ അന്വേഷിക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് എന്നെ എറണാകുളം വരെ കൊണ്ടെത്തിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഒരു ഫാൻസി ഷോപ്പിൽ കയറുവാണേ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും അധികം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഷോപ്പിൽ കയറിയതാണ്. ഇതൊരു മായാപ്രപഞ്ചമായിരുന്നു കേട്ടോ. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം, നമുക്ക് അതെടുക്കണം ഇതെടുക്കണം, നമ്മൾ പെണ്ണുങ്ങളല്ലേ, ഏതെടുക്കണമെന്നറിയാൻ കൺഫ്യൂഷനായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്തായാലും കയറിയതല്ലേ എന്ന് കരുതി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെളിയിലേക്ക് ഇറങ്ങി. ചുമ്മാ ഒന്ന് കയറിയാലും 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അത് വേറൊരു കാര്യം.
അപ്പോൾ അപ്പോഴത്തേക്കിന് വിശന്ന് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് കുറേ ടൈം ആയായിരുന്നു. അങ്ങനെ നേരെ ഒരു ഷോപ്പിൽ പോയി ഞങ്ങൾ ബിരിയാണി കഴിക്കുവാണേ. അച്ചാറാണ് ഞാനിങ്ങനെ തൊട്ട് നോക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ, വലിയ റേറ്റും ആയില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഊബർ വിളിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ശരിക്കും ഉണ്ടല്ലോ, ഈ ഊബറിൽ ഞാൻ ആദ്യമായിട്ട് കയറുക. ഊബർ ഞാൻ വിളിക്കുന്നതിന് ആദ്യമായിട്ടാണ്. ഇതൊരു വലിയ അനുഗ്രഹം കേട്ടോ. എറണാകുളം പോലുള്ള സിറ്റിയിലൊക്കെ നമ്മളിപ്പോൾ കൈ കാണിച്ചൊരു ഓട്ടോറിക്ഷ വിളിച്ച് നിർത്തിച്ച് കയറുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണെന്നറിയാമോ. നമ്മൾ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവർ വരും, എന്നിട്ട് നമുക്ക് വേണ്ടുന്ന എവിടെയാണോ അവിടെ കൊണ്ടുവിടും. ബാർഗെയിനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. സാധാരണ നമ്മളൊരു ഓട്ടോ വിളിച്ച് അറിയാൻ മേലാത്ത സ്ഥലത്താണെങ്കിൽ കൊണ്ടിറക്കി കഴിയുമ്പോൾ അവർ നമ്മളോട് 100 വേണം, 150 വേണം, 200 വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എത്ര രൂപയാണെന്ന് നമുക്കറിയാൻ പറ്റും. ആ പൈസ മാത്രം നമ്മൾ കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ ഊബർ സൗകര്യം നല്ലതാട്ടോ, വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ ഊബർ വിളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് വിളിച്ചാൽ മതി. അല്ലാത്ത ഇങ്ങനെ ഓട്ടോ വിളിച്ചാലാണ് നമുക്ക് ഭയങ്കര നഷ്ടവും. പിന്നെ അവർ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും വഴിയിലൊക്കെ കൊണ്ടിറക്കും. ഇതാകുമ്പോൾ അതൊന്നുമില്ല. നമ്മൾ എവിടേക്കാണോ ബുക്ക് ചെയ്യുന്നത് ആ കൃത്യമായ സ്ഥലത്ത് തന്നെ അവർ നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെ ഇത് MG റോഡാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. കണ്ട MG റോഡാണിത്. നല്ല രസമാട്ടോ ഇങ്ങനെ കാഴ്ചകൾ. ഒരുപാട് വലിയ 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 ഷോപ്പുകളും ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ കേട്ടോ. നമ്മൾ ശരിക്കും ഇവിടേക്ക് ഇറങ്ങി നടന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലമാണ് കേട്ടോ. കാരണം നമുക്ക് ട്രെയിൻ കിട്ടിയില്ല. ട്രെയിൻ 6:15 ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എറണാകുളം സ്റ്റാൻഡിലെത്തി. ഈ എറണാകുളം സ്റ്റാൻഡെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈ ക്വാളിറ്റി സ്റ്റാൻഡായിരിക്കുമെന്ന്. എൻ്റെ പൊന്നെ, എന്താണ് ആ സ്റ്റാൻഡിൻ്റെ അവസ്ഥ. സത്യം പറയാലോ, അവിടുത്തെ ഈ കാണിക്കുന്ന അവിടുത്തെ മൂത്രപ്പുരയാട്ടോ, അത് മാത്രം നല്ല അടിപൊളിയായിരുന്നേ. ഒരു കുഴപ്പമില്ല, ഒരു പൂന്തോട്ടത്തിലോട്ട് കയറിയ മാതിരി ഉണ്ടായിരുന്നു. പക്ഷേ എറണാകുളം സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ എന്തുവാ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റം ഒരു കവറിലാക്കി കയ്യിലെടുത്തതാണ്. പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവരാമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ. ബാക്കിയൊക്കെ അവർ നമുക്ക് അയച്ചു തരുക ചെയ്യുക കേട്ടോ. അങ്ങനെ നമുക്ക് കന്യാകുമാരി ബസ്സിലാണ് നമ്മൾ കയറുന്നത്. അപ്പം ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കന്യാകുമാരി ബസ് അവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ വേഗം അതിൽ പോയി കയറി കുത്തിരിക്കുക കേട്ടോ. അവിടുന്ന് വണ്ടി പുറപ്പെട്ടിട്ട് വൈറ്റിലെത്തിയപ്പം എറണാകുളത്തിൻ്റെ ലുക്കേ മാറിയേ. എന്താ വൈറ്റില സ്റ്റാൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. വൈറ്റില സ്റ്റാൻഡ് ഭയങ്കര എന്താ പറയുക, അവിടെ ഇറങ്ങിയായിരുന്നേ ഞങ്ങൾക്ക് നേരിട്ടുള്ള ബസ് കിട്ടിയേനെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല. അങ്ങനെ KSRTCയിലുള്ളൊരു യാത്ര കേട്ടോ സന്ധ്യ സമയത്ത്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ദാഹിച്ച് ഞങ്ങൾ വലഞ്ഞതായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് എങ്ങും വണ്ടി ശരിക്കും സ്റ്റോപ്പൊന്നും അധികം ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ തിരുവല്ല വരെ ദാഹിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളിരുന്നു. തിരുവല്ല സ്റ്റാൻഡാണ് ഈ കാണിക്കുന്നത്. അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് പടപടയെന്ന് അകത്താക്കിയപ്പോഴാണ് ആ ക്ഷീണവും ബുദ്ധിമുട്ടും എല്ലാം ഒന്ന് പമ്പ കടന്നത്. പിന്നെ അവിടെ നിന്ന് വന്നു തിരുവല്ലയിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങ് ചെങ്ങന്നൂരും പന്തളം വരെ ഈ ബ്ലോക്കായിരുന്നു. ബ്ലോക്കിലൂടെ പതുക്കെ എഴഞ്ഞെഴഞ്ഞ് 2:30 പിന്നെ എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ വൈകുന്നേരം രാത്രിയിൽ 8:15 ഞങ്ങൾ അടൂർ വന്നിറങ്ങുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ബ്ലോക്കാണ്. ഒന്നുകൂടെ ശബരിമല സീസൺ ആയതുകൊണ്ടുകൂടെ ആയിരിക്കാം. ശബരിമല വണ്ടികളും ഒക്കെ കുറേ ഇങ്ങനെ പിന്നെ ചെങ്ങന്നൂർ സ്റ്റാൻഡിൻ്റെ പണി നടക്കുവാണ്. റോഡിൻ്റെ സൈഡിലായിട്ടാണത്. പിന്നെ ബസ് കയറാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ അടൂർ വന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് അടുത്തൊരു KSRTC ബസ്സിന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തോലെടുത്തിലുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്ന് പാല് വാങ്ങിക്കുന്ന കാഴ്ചയായി കാണുന്നത് കേട്ടോ. മാള് വിളിച്ച് പറഞ്ഞായിരുന്നു പാലില്ലമ്മേ പാല് വാങ്ങണമെന്ന്. അങ്ങനെ പാലും വാങ്ങി തോലൊഴും സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറുവാണേ. ഇനി കാണിക്കുന്നത് തോലൊഴുത്തിൽ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടോട്ട് പോകുന്ന കാഴ്ചയാണ്. ഈ പോകും വഴിക്കാട്ടോ മിൽമ ഉള്ളത്. മിൽമ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ആരോടൊരു അടയാളം പറഞ്ഞാലും നമ്മൾ വേഗം പറയുന്നത് നമ്മുടെ മിൽമയാണ്. മിൽമ പ്ലാന്റ് ആട്ടോ. അപ്പോൾ അത് ഭയങ്കര വലുതാണ്. ഈ കാണുന്ന എല്ലാം മിൽമ പ്ലാന്റാണ്. വലിയതാണ്. നമുക്ക് സന്ദർശകരെയൊക്കെ അവർ അനുവദിക്കും എന്ന് പറയുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ. അങ്ങനെ മിൽമ പ്ലാന്റും കഴിഞ്ഞ് ഞങ്ങളുടെ മാമൂട് കുരിശുമൂടിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ഇവിടെ നിന്ന് ഇനിയും കുറച്ചും കൂടെ അകത്തേക്ക് പോയാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എന്ത് സന്തോഷമെന്നറിയാമോ. വെളുപ്പിന് 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ വൈകുന്നേരം 8:30 വരെ ഈ അലഞ്ഞ് നടന്നേച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി നമ്മുടെ സ്റ്റോപ്പൊക്കെ കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. ഇനി ബാക്കി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.